ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു ഹാംഫുൾനെസ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നോക്കണമല്ലോ. വലിയ ആളുകളോടാണ് നമ്മൾ മുട്ടുന്നത്. ഞാൻ ഒരു പ്രൊഡക്റ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് പേടിക്കേണ്ടതില്ല, ആർക്കെതിരെയും നമുക്ക് സംസാരിക്കാം. സൺഫ്ലവർ ഓയിലിൻ്റെ വില 170 രൂപ 180 രൂപയ്ക്കാണ്. ആ വിലയ്ക്ക് ഒരിക്കലും ഒരു സൺഫ്ലവർ ഓയിൽ പ്യുവറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. മിക്സിങ് നടക്കാത്ത ഒരു തരത്തിലും ഇത് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഒരു പ്രമുഖരായ ഒരു ടൂത്ത് പേസ്റ്റ് എവറി 3 months അവരുടെ പുതിയ പരസ്യം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് പെട്ടെന്ന് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേര് പെട്ടെന്ന് പറയാൻ പറ്റും. ഇതിൽ ആയുർവേദിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് ഈ നിമിഷം വരെ അതിനോട് വീഴാനോ അതിനോട് സഹകരിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഒരാൾ വിചാരിച്ചതുകൊണ്ട് നടക്കില്ല. ഇത് നാളെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയല്ല. വരുന്ന തലമുറ അത് മനസ്സിലാക്കണം. അവരുടെ റെഗുലർ റൊട്ടീനായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് നോക്കുന്നത് മാറണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഒരു നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നെങ്കിൽ 90 ദിവസം എടുക്കും. അപ്പോൾ ഇത് വളർന്നു വരുന്നതോറും ഇത് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാംഫുൾ എന്തായാലും ആവും. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന ഒരു കൂട്ടം വിഭാഗമുണ്ട് കുട്ടികൾ. ശരിക്കും 2 വയസ്സ് വരെ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബേബി ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടാവും, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും ആ ഒരു കാര്യമാണ്. പക്ഷേ അത് എല്ലാ ബേബി ഫുഡിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കോടിക്കണക്കിന് പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ തരികയെന്ന് പറയുന്നത് പോസിബിൾ അല്ല. മുമ്പിൽ നിൽക്കുന്നത് വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ അവിടെ നിന്ന് ഭീഷണി വരാറുണ്ട്? തീർച്ചയായും വരാറുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് കമ്പനീസ് വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാതെ തന്നെ നമ്മുടെ വീഡിയോ എടുത്തു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ലീഗലി നമ്മൾ മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മെറ്റയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമെന്നും അതുപോലെ തന്നെ ഫേസ്ബുക്കൊന്നും അവർ തന്നെ റിമൂവ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യം കോംപ്രമൈസ് സംസാരിക്കും, പിന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യും. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രമേ വധഭീഷണിക്ക് വരുന്നു. ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ട്. ശരിക്കും ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് മുന്നോട്ട് തന്നെയാണ്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, we present you the perfect English. WhatsApp now 9633888575. ഉപ്പ് മുതൽ കർപ്പൂരം വരെ മായം കലർന്നൊരു കാലത്താണ് നാം ജീവിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ്, കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യാന്വേഷി എന്നാണ്. കാരണം ഇന്ന് നമ്മുടെ മുമ്പിൽ നടക്കുന്ന പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം സജിൻ സുരേന്ദ്രൻ. ചേട്ടാ സ്വാഗതം. ചേട്ടൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട്. അപ്പം അന്ന് മുതൽ എനിക്ക് ചേട്ടനോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം നമ്മൾ അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചേട്ടൻ്റെ വീഡിയോസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തോട് പറയാൻ ധൈര്യപ്പെടാറില്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്നത് വലിയ ആളുകളാണ്. അവരോട് കിടപിടിക്കാൻ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പറ്റാറില്ല. പക്ഷേ ചേട്ടൻ ആ ധൈര്യം കാണിച്ചു. എനിക്ക് ആദ്യം അറിയേണ്ടത് അതാണ്. കാരണം ചേട്ടന് എപ്പോഴാണ് ആ ധൈര്യം കിട്ടി തുടങ്ങുന്നത്? കാരണം ലൈഫിൽ എന്തെങ്കിലും ഒരു പോയിന്റിൽ എവിടെയെങ്കിലും ഒരു ഇൻസിഡൻറ്റ് സ്വയം കിട്ടിയപ്പോഴായിരിക്കുമല്ലോ അതെ ഇത് മറ്റുള്ളവരിലേക്കൂടെ എത്തിക്കണം, അല്ലെങ്കിൽ ഇന്ന പോലെ കറപ്ഷൻ നടക്കുന്നുണ്ടെന്ന് തോന്നി തുടങ്ങുന്നത്. അപ്പം ആ ഒരു മൊമെന്റ് എപ്പോഴായിരുന്നു ലൈഫിൽ? ശരിക്കും ഇത് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഞാൻ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഇൻഗ്രീഡിയൻസ് നോക്കുമായിരുന്നു. പക്ഷേ ഈ പ്രൊഡക്റ്റിലെല്ലാം ഈ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ നമ്പേഴ്സൊക്കെയാണ്, കോഡ് നമ്പേഴ്സൊക്കെയാണ് സാധാരണ വരിക. പക്ഷേ ഒരു സാധാരണക്കാരന് ഒരിക്കലും അത് തിരിച്ചറിയില്ല. അതെന്താണ് കെമിക്കലാണോ, ഇനി കളറാണോ, പ്രിസർവേറ്റീവ്സ് ആണോ എന്നുള്ളത് അറിയില്ല. അത് എനിക്കും അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഞാൻ മറ്റൊരു ലാംഗ്വേജിലെ വീഡിയോ കണ്ടപ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ഒരു ഹാംഫുൾനെസ് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റും നോക്കണമല്ലോ എന്ന് പറഞ്ഞ് ഞാനൊരു 1.5 മാസത്തോളം ഒരു പ്രൊഡക്റ്റിൻ്റെ അടുത്ത് പഠിച്ചപ്പോഴൊക്കെയാണ് ഈ ഇൻഗ്രീഡിയൻസും ഇതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്തുകൾ, ഇത് സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതിനൊക്കെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ കണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്നേഹ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വലിയ ആളുകളോടാണ് നമ്മൾ മുട്ടുന്നത്. പക്ഷേ എൻ്റെ ആത്മവിശ്വാസം ഇപ്പോഴും ഞാൻ ഒരു പ്രൊഡക്റ്റിനെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം അവർ കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വസ്തുവിൽ ഇല്ലാത്ത വസ്തുക്കളുണ്ടെന്നോ ഉള്ള വസ്തുക്കൾ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല. അപ്പോൾ അത് ഉള്ളിടത്തോളം കാലം നമുക്ക് പേടിക്കേണ്ടതില്ല, ആർക്കെതിരെയും നമുക്ക് സംസാരിക്കാം. ആ ഒരു ധൈര്യം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം നമ്മൾ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പം നമ്മൾ വിപണിയിൽ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പൊ ഈ ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്ന ഒരു ഓർഡർ അല്ലെങ്കിൽ അതിന്റെ ഒരു രീതിയുണ്ട്, അത് ശരിയായിട്ട് തന്നെയാണോ ഇവർ കൊടുക്കുന്നത്? കാരണം സാധാരണക്കാർക്ക് ഒട്ടും മനസ്സിലാവാറില്ല. ഇപ്പൊ എനിക്ക് പോലും എന്താ പറയുന്നത്, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ട് പോലും പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾക്ക് അത് അത്രത്തോളം ചിലപ്പം എല്ലാ പ്രോഡക്റ്റിനെ പറ്റിയും അല്ലെങ്കിൽ അതിന് ചേർന്ന ഇൻഗ്രീഡിയൻസിന്റെ പല സയന്റിഫിക് നെയിംസ് അറിയില്ല. അപ്പൊ അത് കൊടുക്കുന്നത് പ്രോപ്പർ രീതിയിലാണെന്ന് ചേട്ടന് അല്ല, അത് തോന്നുന്നു? പ്രോപ്പർ രീതി തന്നെയാണ്. കാരണം FSSAIയുടെ ഗൈഡൻസ് പ്രകാരം നമ്മളൊരു ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലുള്ളത് ആദ്യം മുതൽ കൊടുത്തു വരണം. ഇപ്പോൾ പല ബിസ്ക്കറ്റുകളുടെയും അല്ലെങ്കിൽ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതിൽ റിഫൈൻഡ് വീറ്റ് ഫ്ലോർ ആയിരിക്കും, മൈദയായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഷുഗർ ആയിരിക്കും ഇത് കൂടുതൽ യൂസ് ചെയ്യുക. പിന്നീടാണ് 1 by 1 ആയിട്ട് ഏറ്റവും കുറവുള്ളതായിരിക്കും ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ആ ഓർഡർ പ്രകാരമേ അവർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഈ നമ്പേഴ്സൊക്കെ കൊടുക്കുന്നത് ഇത് കോഡക്സ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ അണ്ടറിലാണ്. അത് നാഷണലുണ്ട്, ഇൻ്റർനാഷണലുണ്ട്, എല്ലാ ഇവിടെയുണ്ട്. അതിനനുസരിച്ചിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു കമ്പനിക്കും പറ്റില്ല. പക്ഷേ ഈ മാനിപ്പുലേഷൻ നടക്കുന്നത് ഏത് ഫീൽഡിലാണെന്ന് ചോദിച്ചാൽ അഡ്വർടൈസ്മെന്റിലാണെന്ന് പറയാൻ പറ്റും അല്ലേ? അവിടെയായിരിക്കും ജനങ്ങളിലേക്ക്, കാരണം അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടായിരിക്കും പല ഉൽപ്പന്നങ്ങളും നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം അവിടെ ഈ പറയുന്ന ഒന്നും കാണില്ല അല്ലേ? അതെ, ഒന്നും കാണില്ല. കാരണം അത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു മേഖലയാണ്. കാരണം ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെന്റ് കാണിക്കുന്ന സമയത്ത് ഇത് മാർക്കറ്റിങ്ങിൻ്റെ ഒരു തന്ത്രമാണിത്. ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അവർ പറയുന്നതിനേക്കാളും ആ പ്രൊഡക്റ്റ് കൊണ്ട് അത് വാങ്ങിക്കുന്നവനോ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവനോ എന്താ ഉപകരിക്കുക എന്നുള്ളതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ ഒരു നൂഡിൽസിൻ്റെ ഒരു പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയും. എല്ലാ വീടുകളിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊരു പലഹാരമാണ് നൂഡിൽസ്. ഈ നൂഡിൽസിനെ അവർ മാർക്കറ്റ് ചെയ്യുന്നത് 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളൊരു മാർക്കറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ എല്ലാ പാരൻസും, കാരണം എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാൻ വൈകിയാലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡായി മാറി ഈ നൂഡിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും അത് സജസ്റ്റ് ചെയ്യും. കാരണം എപ്പോഴായാലും അവരുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും. മേ ബി എന്തെങ്കിലും അവർക്ക് സമയക്കുറവുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അവർക്കത് ക്ലിയർ ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിലും ഉണ്ട് ഈ പറയുന്ന പോലെ ഇറഗുലറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. പക്ഷേ അപ്പോൾ ഇങ്ങനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ നമ്മുടെ കൈകളിലേക്ക് എത്തുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണമില്ല. അപ്പം നമുക്കത് ലീഗലി മൂവ് ചെയ്യാൻ അങ്ങനത്തെ സാധ്യതകളില്ലേ ഒരു സാധാരണ ആൾക്ക്? ഇല്ല, ലീഗലി മൂവ് ചെയ്യാനുള്ള സാധ്യതയില്ല. കാരണം ഇത് പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്ന FSSAI ഗൈഡൻസിൻ്റെ കീഴിൽ തന്നെ വരുന്നത് പെർമിസിബിൾ ലിമിറ്റ്, അതായത് ഒരുപാട് അധികമല്ലാത്ത ലിമിറ്റ് ചെയ്തിട്ടുള്ള മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് റെഗുലറായിട്ട് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അത് കൂടുക തന്നെ ചെയ്യാം. ഇപ്പോൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ല. ഇപ്പോൾ റെഗുലറായിട്ട് കഴിക്കുമ്പോൾ അത് കൂടുതലായിട്ട് തന്നെ നമ്മൾ ഇൻടേക്ക് ചെയ്യും. അപ്പോൾ പിന്നെ അത് വീണ്ടും നമുക്ക് ശരീരത്തിന് പ്രശ്നം. ഇപ്പോൾ പിന്നെ ഈ നൂഡിൽസിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഒരു നൂഡിൽസ് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മസാലയൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫുള്ളായിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നെങ്കിൽ 90 ദിവസം എടുക്കും. പക്ഷേ ഒരു കുട്ടികൾ ഇന്ന് ആഴ്ചയ്ക്ക് 2 പ്രാവശ്യമെങ്കിലും ഒരു കുട്ടിക്ക് ഒരു വീട്ടുകാർ കൊടുക്കാതിരിക്കില്ല ഈ സാധനം. പക്ഷെ അത്രത്തോളം ഫാറ്റ് നമ്മൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികളാണെങ്കിൽ. അപ്പോൾ ഇത് വളർന്നു വരുന്നതോറും ഇത് ഈ സാധനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഹാംഫുൾ എന്തായാലും ആവും. ചേട്ടൻ്റെ ഈ ഒരു സത്യാന്വേഷണം തുടങ്ങിയിട്ട് ഇപ്പം എത്ര നാളായി? 1.5 വർഷത്തോളമായി. 1.5 വർഷത്തോളമായി. ഈ 1.5 വർഷത്തിനിടയ്ക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തു, ഒരുപാട് നമ്മൾ തന്നെ കാണുന്നുണ്ട്. പക്ഷെ ചേട്ടനെ ഏറ്റവും ഞെട്ടിച്ചൊരു സംഭവം എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിനെ പറ്റിയുള്ള ഒരു ഇൻഫോർമേഷൻ എന്താണ് ഏറ്റവും ഞെട്ടൽ തോന്നിയത്? എനിക്ക് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരൊറ്റ കൺസേൺ ഉണ്ടായിരുന്നുള്ളൂ. കാരണം മുതിർന്നവർ, പ്രായപൂർത്തിയായവർ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവരതിന് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് മനസ്സിലാക്കാം. അത് വായിക്കാൻ അറിയുന്നവർ വായിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്, ഇല്ലെങ്കിൽ അതും നോക്കാതെ പോകുന്നവരുണ്ട്. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന ഒരു കൂട്ടം വിഭാഗമുണ്ട്, കുട്ടികളാണ് എൻ്റെ കൺസേൺ. ഇത് തുടങ്ങും മുതൽ ഈ നിമിഷം വരെ കുട്ടികളാണ് എൻ്റെ കൺസേൺ. കുട്ടികൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് അവരിത് കഴിക്കുന്നത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മുതിർന്നവരാണ്. എന്നാലേ നമുക്ക് കുട്ടികൾക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് നല്ലത് വേണം ഏത് ചീത്ത വേണമെന്ന് അവർക്കറിയില്ല. നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മായം അല്ലെങ്കിൽ കെമിക്കൽസ് വരുന്ന 2 ഫീൽഡാണ് ബേബി പ്രൊഡക്ട്സും അതേപോലെ കോസ്മെറ്റോളജിയും അല്ലേ? അപ്പൊ ആ 2 വിഭാഗത്തെ പറ്റി ചേട്ടൻ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഇൻഫോർമേഷൻ എന്താണ് മെയിൻ ആയിട്ട്? അല്ല, ബേബി പ്രൊഡക്റ്റുകളിൽ ഈ പറയുന്ന പോലെ ഒരു കാരണം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബേബി പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്പനിയൊന്നും ഞാൻ പറയുന്നില്ല. ഈ ബേബി ഫുഡുകളുടെ ഇപ്പോൾ 6 മാസത്തിന് ശേഷം കൊടുക്കുന്ന ഇതായാലും ശരി, അതിന് മുമ്പ് കൊടുക്കുന്നതായാലും ശരി, ആദ്യത്തെ 10 എണ്ണം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ 8 എണ്ണം ഒരു കമ്പനിയുടെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖല അവരെ വിട്ട് പോകരുത് എന്നുള്ളൊരു ഇത് ഉള്ളത് കൊണ്ടാണ് അവരത്
അത്രയും പ്രൊഡക്റ്റ് വേറെ വേറെ പേരുകളിലാക്കിയിട്ട് ഇറക്കുന്നത്. ശരിക്കും അതിൽ കൊടുക്കാൻ പറ്റാത്ത, അതിൽ ശരിക്കും 2 വയസ്സ് വരെ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ബേബി ഫുഡ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ലിക്വിഡ് ഗ്ലൂക്കോസ് ഉണ്ടാവും, ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടാവും. മാൽട്രോഡെക്സ്ട്രിൻ എന്ന് പറയുന്നൊരു, അത് ഓൾമോസ്റ്റ് ഷുഗറിനെ പോലെ തന്നെയാണ്, ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇതൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചതും ആ ഒരു കാര്യമാണ്. അതെ, ഈ 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഈ വക സാധനങ്ങളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അത് എല്ലാ ബേബി ഫുഡിലും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇങ്ങനത്തെ കോസ്മെറ്റോളജിയും ബേബി പ്രൊഡക്ട്സും മാറ്റി നിർത്തുവാണെങ്കിൽ ബാക്കി വരുന്നത് ഒരു വലിയ ശൃംഖലയാണ് ഫുഡ് ഐറ്റംസ് അല്ലേ. നമ്മൾ വിപണിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, എണ്ണം പറയാൻ പറ്റാത്തത്ര. അപ്പം അതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മെയിനായിട്ട് മായം ഏറ്റവും കൂടുതൽ വരുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റിനാണ്? പ്രൊഡക്റ്റ് ശരിക്കും ഇപ്പോൾ വരുന്നത് സ്പൈസസിന് വരാറുണ്ട്. സ്പൈസസ് കമ്പനീസ്, മസാല പൊടികൾ, അതിലൊക്കെ വരാറുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന. അതെ 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 അതെ. അല്ലാതെ അവർക്ക് ഈ കോസ്റ്റിന് ഒരിക്കലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മുളക് പൊടിച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു 1 കിലോ മുളക് വാങ്ങിച്ച് പൊടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് കുറവായിരിക്കും. പക്ഷേ അതിനേക്കാളും റേറ്റ് കുറവാണ് പാക്കറ്റ് മുളക് പൊടിക്ക് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ക്വാളിറ്റി അല്ല നോക്കുക. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിലും നമ്മളിവിടെ തേർഡ് ക്ലാസ് സിറ്റിസനെ പോലെയാണ് ഇപ്പോഴും. കാരണം നമ്മളെപ്പോഴും ഒരു പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിലയാണ് നോക്കുക. അപ്പോൾ വില നോക്കുമ്പോൾ അപ്രോക്സിമേറ്റ്ലി അത് കമ്പനിക്കും വില നോക്കുന്നത് കൊണ്ട് വില കുറവായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ എളുപ്പം. അപ്പോൾ പിന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ വില കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ആളുകളുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടോ? കാരണം പൈസയും ക്വാളിറ്റിയും നോക്കാതെ, അല്ലെങ്കിൽ പൈസ നോക്കുന്നുണ്ട് കാരണം അവർ വില കുറച്ച്, പക്ഷേ ക്വാളിറ്റി നോക്കാതെ ക്വാണ്ടിറ്റിയും പൈസയും നോക്കി മാത്രം വാങ്ങിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ചിലവരുണ്ടാവാം, ഈ പറയുന്ന പോലെ ക്വാളിറ്റി നോക്കിയിട്ട് വാങ്ങിക്കുന്നവരും ഉണ്ടാവാം. ചിലപ്പോൾ റീസണബിൾ പ്രൈസിന് ചിലപ്പോൾ കുറഞ്ഞ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി കിട്ടുന്നവരോ ഉണ്ടാവാം. ചില പ്രൊഡക്റ്റുകളുണ്ട്, പക്ഷെ അത് തിരയണം. ഇന്നത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ കോടിക്കണക്കിന് പ്രൊഡക്റ്റുകളാണ് ഉള്ളത്. അപ്പോൾ അതിൽ തിരയാന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് ഇത് തിരയാന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല. നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ 4-5 മണിക്കൂർ 6 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാരും നിൽക്കില്ല. ഇപ്പം ഇത്രയും വീഡിയോസ് ഇട്ടു, എന്തെങ്കിലും ഭീഷണി വരാറുണ്ടോ? കാരണം മുമ്പേ നമ്മൾ ആദ്യം സംസാരിച്ച പോലെ മുമ്പിൽ നിൽക്കുന്നത് വലിയ വലിയ കമ്പനികളാണ്. അപ്പോൾ അവിടെ നിന്ന് ഭീഷണി വരാറുണ്ടോ? കാരണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഇന്ന പോലൊക്കെ സംഭവിക്കുക എന്ന് പറഞ്ഞ് ഭീഷണി വരാറുണ്ടോ? തീർച്ചയായും വരാറുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് കമ്പനീസ് നിന്ന് വന്നിട്ടുണ്ട്. ഈവൻ മുംബൈയിൽ നിന്ന് വരെ നമുക്ക് ഭീഷണികൾ വന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കാതെ തന്നെ നമ്മുടെ വീഡിയോ എടുത്തു കളഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം അത് ലീഗലി നമ്മൾ മൂവ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് മെറ്റയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ നിന്നും അവർ തന്നെ റിമൂവ് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ ഭീഷണി വരുമ്പം ചേട്ടൻ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മുടെ ന്യായം നമ്മുടെ ഭാഗത്താണ്. അതിൻ്റെ റിപ്പോർട്ടുകളും, അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ രേഖാമൂലമുള്ള റിപ്പോർട്ട് നമ്മൾ ആദ്യം ശേഖരിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ആ റിപ്പോർട്ടിൻ്റെ ഒരു അംശം ഞാൻ കാണിച്ചിട്ടാണ് എല്ലാം ചെയ്യുക. അപ്പോൾ ഈ പറയുന്ന ആര് റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ ഒരു തെളിവ് നമ്മുടെ അടുത്തുണ്ടാകും. ഇപ്പോൾ മെറ്റയ്ക്ക് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അവർ എക്സ്പ്ലനേഷൻ നമ്മുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ചെയ്തത് കറക്റ്റാണോ എന്നുള്ള എക്സ്പ്ലനേഷൻ ചോദിച്ചു. അപ്പോൾ നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ട്. അപ്പോൾ അഡ്വക്കേറ്റിന് മുഖാന്തരം ഞാൻ ആ എക്സ്പ്ലനേഷൻ അവർക്ക് മെറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവ് വെച്ചിട്ടാണ് നമ്മളത് കൊടുക്കുക. ഇത് പ്രകാരമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ വേറെ ഏതെങ്കിലും കേസുമായിട്ടായിരിക്കും വരിക. ഇപ്പോൾ അവരുടെ പ്രൊഡക്റ്റ് ആയിരിക്കില്ല, ചിലപ്പോൾ അവരുടെ ബ്രാൻഡ് നെയിം മാനിപ്പുലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും വരിക. ഇപ്പോൾ ട്രേഡ് മാർക്ക് വയലേഷൻ എന്ന് പറഞ്ഞിട്ടാണ് ആ കമ്പനി എനിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാനേ സാധ്യതയുള്ളൂ. വരാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഫർദർ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ്? ഇപ്പം ചേട്ടൻ്റെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലായി കഴിയുമ്പോഴത്തേന് ബാക്കി റെസ്പോൺസ് എന്തായിരിക്കും? അല്ല, അത് കോടതിയിൽ പോകുന്നതാണല്ലോ. ഇപ്പോൾ കോടതിയിൽ പോകുമ്പോൾ 2 ഭാഗവും വാദങ്ങൾ കേൾക്കും. അപ്പോൾ നമ്മളിങ്ങനെയാണ്, ഇന്ന കാര്യങ്ങളാണെന്ന് നമ്മൾ കോടതിയിൽ വാദിക്കുക ചെയ്യുന്നത്. അവരും അതിനനുസരിച്ചിട്ട് വേറെ എന്തെങ്കിലും ഇതിൽ എന്തെങ്കിലും ലൂഫോഴ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അവരും അത് വാദിക്കും. ബാക്കിയൊക്കെ കോടതിയിൽ വരുന്ന കാര്യങ്ങളാണ്. അത് നമുക്കിപ്പോൾ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എങ്ങനെ വിധി വരുന്നത്. ഓക്കെ, ഒരു സാധാരണക്കാരന് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കിട്ടാൻ വളരെ പാടാണ്. പക്ഷെ ചേട്ടൻ ഇതിൻ്റെ സോഴ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഒരു സോഴ്സ് എവിടുന്നാണ്? കാരണം ഇപ്പം ഞാൻ ചേട്ടൻ്റെ വീഡിയോസ് കാണുമ്പോഴാണെങ്കിലും എനിക്ക് ഡൗട്ടുണ്ട്, ഇത്രയധികം ഇൻഫോർമേഷൻസ് എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. അതിൻ്റെ ഒരു സോഴ്സ് എവിടുന്നാണ്? അല്ല, ഇൻഫോർമേഷൻ നമുക്ക് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടും. ഞാൻ റിസർച്ച് ചെയ്ത് എടുക്കുന്നതുണ്ട്. പിന്നെ ഓരോ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കോൺടാക്ട്സ് മുഖാന്തരം, സുഹൃത്തുക്കൾ മുഖാന്തരം നമുക്ക് കിട്ടുന്നതുണ്ട്. ഈ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ചില സൈറ്റുകളിൽ നിന്ന് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടും. ഫുഡ് പ്രൊഡക്റ്റുകളായാലും എല്ലാ പ്രൊഡക്റ്റുകളും മീഡിയാസ് കൂടുതൽ കവർ ചെയ്യാത്തൊരു കാര്യമാണ്. കാരണം അവരുടെ അന്നമാണല്ലോ ഈ
പരസ്യ കമ്പനികൾ. അപ്പോൾ അതുകൊണ്ട് അവരത് റിപ്പോർട്ട് ചെയ്യില്ല. അതുകൊണ്ട് നമുക്ക് റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും ചിലതൊക്കെ. ചേട്ടാ, ഇപ്പം വിപണിയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്, പക്ഷെ ഫുൾ മായമുള്ളതാണ്. പക്ഷെ എന്തുകൊണ്ട് ഇത് മീഡിയയിൽ വരുന്നില്ല? അല്ല, കാരണം പല കാര്യങ്ങളും മീഡിയയിൽ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുത്ത് പോകുന്ന പല കാര്യങ്ങളുണ്ട്, ചെറിയ ഇഷ്യൂസ് വരെ. പക്ഷെ ഇതൊക്കെ സാധാരണക്കാർക്ക് അവയർനെസ് വേണ്ട സംഭവങ്ങളാണ്, പക്ഷെ ഇതൊന്നും മീഡിയയിൽ സംസാരിക്കുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? അല്ല, മീഡിയാസ് എപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. ശരി, അവർക്ക് വേണ്ടി തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം അവർക്ക് വേണ്ട ന്യൂസുകൾ മാത്രമേ അവർ റിപ്പോർട്ട് ചെയ്യുള്ളൂ. മറ്റുള്ളവർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫലപ്രദമായ ന്യൂസുകൾ ഉണ്ടാവാം, പക്ഷെ അവർക്ക് അന്നം തരുന്ന ഒരു കമ്പനിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ അവർ തള്ളി ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഇതൊന്നും മീഡിയാസിൽ വരാത്തത്. ഇപ്പൊ ചേട്ടന് ഒരുപാട് ഓഫേഴ്സ് വരുന്നുണ്ടായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് തരാം, ഇത്ര ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞിട്ട് അത് വീഡിയോ ഡിലീറ്റ് ചെയ്യാനും വരും. അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ നല്ലതാണെന്ന് പറഞ്ഞ് ഇടാമോ എന്ന് ചോദിച്ചും വരും. അങ്ങനെ വരാറുണ്ടോ? വരാറുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അതിൽ നിൽക്കുന്നില്ല. കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ പേജ് നോക്കിയാൽ അറിയാം, ഞാൻ ഒരു പെയ്ഡ് കൊളാബും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക്സിൻ്റെയോ ഒരു പെയ്ഡ് കൊളാബും എൻ്റെ പേജിൽ ഉണ്ടാവില്ല. അത് ഞാൻ ചെയ്യൂല. ഇപ്പോൾ ചേട്ടൻ്റെ വീഡിയോസിൽ കുറച്ചധികം വീഡിയോകളിൽ ചില പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമുള്ള ചില പ്രോഡക്റ്റ്സ് ഇതാണെന്ന് പറഞ്ഞ് ചേട്ടൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ജെന്യൂനിറ്റി എങ്ങനെയാണ്? അത് ഞാൻ ഒരിക്കലും ഒരു വീഡിയോയിൽ പെർട്ടിക്കുലർ ബ്രാൻഡ് എടുത്ത് പറയില്ല. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പെയ്ഡ് കൊളാബായിട്ട് പ്രൊമോഷനായിട്ട് മാറാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷേ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് വീട്ടമ്മമാർ കുട്ടികൾക്ക് കൊടുക്കേണ്ട പ്രൊഡക്റ്റുകളെ കുറിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട്. പക്ഷേ അവർക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ എല്ലാ മെസ്സേജിനും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതാണ്. കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എൻ്റെ ഫോളോവേഴ്സിനാണ് ആദ്യം പ്രിഫറൻസ്. അത് കഴിഞ്ഞിട്ട് കൊടുക്കില്ല എന്നല്ല, പക്ഷേ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും ഞാൻ നല്ല ബ്രാൻഡുകൾ പറയാറുണ്ട്, പറഞ്ഞു കൊടുക്കാറുണ്ട്, സജഷൻ ചെയ്യാറുണ്ട്. നോർമലി വരുന്ന മെസ്സേജസ് എന്തൊക്കെയാണ്? കാരണം ഈ ഇൻഫോർമേഷൻ കിട്ടിയതിൽ താങ്ക് യു പറഞ്ഞിട്ടാണോ വരുന്നത്, അല്ലെങ്കിൽ ഡൗട്ടുകൾ ചോദിച്ചിട്ടാണോ വരുന്നത്? ഡൗട്ടുകൾ ചോദിച്ചിട്ട് വരാറുണ്ട്, ഇതേപോലെ താങ്ക്സ് പറഞ്ഞിട്ട് വരാറുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നടന്നത് മലപ്പുറത്ത് ഒരു 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. സർ, അവർ ഈ ഫുഡിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് കെമിക്കൽസോ കളേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി, കാരണം നല്ലൊരു സബ്ജക്റ്റാണ് ആ കുട്ടി തിരഞ്ഞെടുത്തത്. ഞാൻ പറഞ്ഞു തീർച്ചയായും തരാം, നമ്മുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് കളേഴ്സ്, എന്തൊക്കെയാണ് അതിൻ്റെ കോഡ് നമ്പേഴ്സ് എല്ലാം അറിയാം പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എൻ്റെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു, ഞാനത് ക്ലാരിഫൈ ചെയ്തു. ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ട് ആ കുട്ടി വീണ്ടും എനിക്ക് മെസ്സേജ് പറഞ്ഞു, സർ ഞാൻ സാറിൻ്റെ പ്രൊജക്റ്റായിരുന്നു ഞാൻ റിപ്പോർട്ട് വെച്ചത്, ആ പ്രൊജക്റ്റിൽ ആ കുട്ടി ഫസ്റ്റ് പ്രൈസ് അടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നി, കാരണം എൻ്റെ ഈ സബ്ജക്റ്റ് വെച്ചിട്ടാണ് ആ കുട്ടിക്ക് ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ഞാൻ പറഞ്ഞു കൺഗ്രാറ്റ്സ്, നല്ല കാര്യം, ഇനിയും മുന്നോട്ട് പോവുക, ഇനിയും ഈ 12th എന്നല്ലാതെ ഇനിയും ഒരുപാട് മേഖലകൾ വരും, അവിടെയൊക്കെ നിങ്ങളിത് ഉപയോഗിക്കുക, സംശയം ഉണ്ടെങ്കിൽ എപ്പോൾ ആണെങ്കിലും മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശരിക്കും വളരെയധികം ബഹുമാനം തോന്നിയ കുട്ടിയോട്. ഇപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന, എനിക്ക് തോന്നുന്നു സാധാരണക്കാർക്ക് അറിയേണ്ടത് ഇതാണ്. കാരണം അവർ ഡെയിലി യൂസ് ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ളതാണ്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ശരിക്കും വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ മായമായിട്ട് ചേരുന്നത്? അതിപ്പോൾ നമുക്കത് പറയാൻ പറ്റില്ല, കാരണം അത് നമുക്ക് നേരിട്ട് കാണാത്തതുകൊണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ റീസെൻ്റ്ലി ഫുഡ് സേഫ്റ്റി ചെക്ക് ചെയ്ത ഓരോ സ്പൈസസിലും അതുപോലെ തന്നെ ഇതിലൊക്കെ കണ്ടിരിക്കുന്നത് ഇൻസെക്ടിസൈഡും അതുപോലെ തന്നെ പെസ്റ്റിസൈഡിൻ്റെയും കണ്ടൻ്റാണ്. ഇപ്പോൾ മുളക് പൊടിയിലാണെങ്കിലും ചിലപ്പോൾ അത് കൃഷിയിൽ നിന്ന് ഉപയോഗിച്ചതായിരിക്കാം, പക്ഷേ ആ കമ്പനി പറയുന്നത് 100% പ്യൂരിറ്റി, 100% ഹൈജീനിക് ഒക്കെയാണ്. പക്ഷെ അത് മാർക്കറ്റിൽ വരുമ്പോൾ ഇതൊന്നും കാണാറില്ല. ഇത് നോർമലി അവർ ഫാക്ടറിയിൽ നിന്ന് എടുത്ത് ചെക്ക് ചെയ്യുന്നതല്ല, റാൻഡമായിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് തിരിച്ചു വിളിച്ചാലും ഓൾമോസ്റ്റ് എല്ലാവിടേക്കും എത്തിയിട്ടുണ്ടാവും. അപ്പോൾ തിരിച്ചു വിളിക്കുന്നത് ഇപ്പോൾ 1,00,000 പാക്കറ്റാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചു വിളിക്കുന്നത് മേ ബി ഒരു 1,500 അല്ലെങ്കിൽ 10,000 ഒക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കിയൊക്കെ ആളുകളിലേക്ക് എത്തിക്കാണും. ഇങ്ങനെ നമ്മൾക്ക് വിപണിയിലെല്ലാം മായം ചേർത്തിട്ടാണെന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ട് ചേട്ടൻ ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്തുകൊണ്ട് ഇവർക്ക് നല്ല പ്രോഡക്റ്റ് കൊടുത്തിട്ട്, കാരണം ഇവരുടെ വീടുകളിലും ഇതൊക്കെ തന്നെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കമ്പനി നടത്തുന്നു, അതേപോലെ തന്നെ ഇപ്പം എൻ്റെ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ പോലും മറ്റൊരു പ്രോഡക്റ്റ് ആയിരിക്കും ഞാൻ വാങ്ങി യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷെ എന്തുകൊണ്ട് അവരത് ചെയ്യുന്നില്ല? ഈ നല്ല പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ടുള്ള വില അതിൽ ഈടാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ വിലയാണ് നോക്കുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കോക്കനട്ട് ഓയിൽ.
കോക്കനട്ട് ഓയിൽ 120 രൂപ തൊട്ടിട്ട് 250 രൂപ വരെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് അറിയാൻ പറ്റും. ഏറ്റവും കുറവുള്ള കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഒരു 150 റുപ്പീസിലുള്ള വരുന്ന കോക്കനട്ട് ഓയിലാണ് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത്. ആസ് എ കസ്റ്റമർ നോക്കുന്നത് വില കുറവാണ്, കോക്കനട്ട് ഓയിലാണ്, അതിൽ പല ക്വാളിറ്റി ഉണ്ടാവും, അത് അവർ നോക്കുന്നില്ല. 150 രൂപയ്ക്ക് ഒരു ലിറ്റർ കോക്കനട്ട് ഓയിൽ വാങ്ങിക്കുമ്പോൾ അതല്ലേ നല്ലത് എന്നുള്ള രീതിക്കാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് നമ്മൾ പ്രിഫർ ചെയ്യുന്നതുകൊണ്ടാണ് ക്വാളിറ്റിയിലേക്ക് നമ്മൾ എത്താത്തത്. ഇങ്ങനെ ഭീഷണിയൊക്കെ വരുമെന്ന് നേരത്തെ പറഞ്ഞു. അപ്പം എന്തായാലും ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഫാമിലി എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ വൈഫാണെങ്കിലും ശരി, അമ്മയാണെങ്കിലും ശരി, എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. എന്തെങ്കിലും കാര്യത്തിനാണെങ്കിലും ഡിസ്കഷൻ ചെയ്യാനാണെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എന്നെക്കുറിച്ച് പറയാനാണെങ്കിലും ഒക്കെ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടും ഒക്കെയാണ് ചെയ്യുന്നത്. സത്യത്തിൽ പേടി തോന്നാറില്ല, കാരണം വധഭീഷണി വരെ വരാമെന്നൊരു സാഹചര്യം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളപ്പം എന്താണ് നാളെ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് അവര് പറയാറില്ലേ, അല്ലെങ്കിൽ ചേട്ടാ ഇത് വേണോ, അല്ലെങ്കിൽ ഇവർക്ക് ഇതിന്റെ നിൽക്കണോ, അങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഇല്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല. എനിക്കതിന്റെ പേടിയില്ല. വരുന്നവിടെ വെച്ച് കാണാന്നുള്ളതാണ്. അതെ അതെ, നമ്മളെ കള്ളം പറയുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് പേടിക്കാനുമില്ല. ഈ ഒരു കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്. എന്തായാലും തീർച്ചയായും വലിയ ആളുകളോടാണ് സംസാരിക്കുന്നത്, തീർച്ചയായും വരും. അപ്പോൾ ഇന്നും ഇപ്പോഴും പേടിയില്ല, ഇനി മുന്നോട്ട് തന്നെ പോകും. ഇപ്പോൾ ഇത്രയധികം വീഡിയോസ് ചെയ്യുന്നു, ഒരു കൗതുകത്തിന് പുറത്ത് ചോദിക്കുകയാണ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം എങ്ങനെ നമുക്ക് എല്ലാം ഒന്നും നമുക്ക് സ്വന്തമായിട്ട് ഇപ്പം മുളക് പൊടിയൊക്കെ വേണമെങ്കിൽ മുളക് വാങ്ങിച്ച് പൊടിക്കാം, പക്ഷെ അതേപോലെ എല്ലാ പ്രൊഡക്റ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ചേട്ടൻ ഡേ ടു ഡേ ലൈഫിൽ ഈ പറയുന്ന പ്രൊഡക്റ്റുകളൊന്നും യൂസ് ചെയ്യാത്ത ഒരാളാണോ? ഇല്ല, പാക്കറ്റ് ഫുഡുകൾ പൊതുവേ ഞാൻ യൂസ് ചെയ്യാറില്ല. ഒരു 90% പാക്കറ്റ് ഫുഡ് യൂസ് ചെയ്യാറില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലും ഇന്നത്തെ സമൂഹത്തിലും നമുക്കിത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ 100% ഒഴിവാക്കാനും പറ്റില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു പാക്കറ്റ് ഫുഡിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മുഴുവനായിട്ടില്ല, പക്ഷെ 90% ഞാൻ പാക്കറ്റ് ഫുഡുകൾ യൂസ് ചെയ്യാറില്ല, വീട്ടിലാണെങ്കിൽ യൂസ് ചെയ്യാറില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്? കാരണം ഇപ്പം പാക്കറ്റ് ഫുഡിന് കാര്യം പറഞ്ഞു, അതേപോലെ തന്നെയായിരിക്കും ഇപ്പോൾ നമ്മൾ സോപ്പുകൾ, ഷാമ്പുകൾ അല്ലെങ്കിൽ കോസ്മെറ്റിക് ഐറ്റംസ് അത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും അത് ഒഴിവാക്കുമോ, അതോ അത് നോക്കിയാണോ വാങ്ങിക്കുന്നത്? അല്ല, അതെല്ലാം നോക്കിയിട്ടാണ് വാങ്ങിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സോപ്പ് വാങ്ങിക്കുകയാണെങ്കിൽ TFM നോക്കാം, നമുക്ക് ടോട്ടൽ ഫാറ്റി മാറ്റർ നോക്കിയിട്ട് വാങ്ങിക്കാം. ഒരു 75% മുകളിലുള്ള സോപ്പ് നമുക്ക് ചൂസ് ചെയ്യാം, അത് നല്ലതാണ്. അതിന് താഴെയുള്ളത് ഒരു 60 to 70 TFM ഉള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കുഴപ്പമില്ല. ഫേസിലൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 75% മുകളിലുള്ള സോപ്പുകളായിരിക്കും പ്രിഫർ ചെയ്യുക. അത് ഉണ്ട്, നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോഴും ഉണ്ട്, നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ട്, പക്ഷെ നമ്മൾ കാണില്ല. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ്, ഒരു സാധനം വാങ്ങിക്കാൻ മുമ്പ് നമ്മുടെ മനസ്സിൽ എപ്പോഴും അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മളൊരു പ്രൊഡക്റ്റ് കാണുമ്പോഴും നമ്മുടെ മനസ്സിൽ പോകുന്ന ഒരു അഡ്വർടൈസ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുക. ഞാനത് എൻ്റെ വീഡിയോയിൽ ആദ്യം മുതൽ അവസാനം വരെ പറയുന്നത്, നിങ്ങൾ ഏത് പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കണം, വായിച്ച് നോക്കണം, എന്നിട്ട് ചൂസ് ചെയ്താൽ മതി എന്ന് പറയാൻ കാരണവും ഈ ഒരു കാരണമാണ്. നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാകും, പക്ഷേ ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ പെയ്ഡായിട്ട് ആ സൂപ്പർ മാർക്കറ്റിന് പെയ്ഡായിട്ട് ഒരു കമ്പനി കൊടുക്കുന്നുണ്ടാവാം. ഇപ്പോൾ ഒരു ബേബി ഫുഡിൻ്റെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റാക്ക് ബേബി ഫുഡിന് ഒരു കമ്പനിക്ക് മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ടാവാം. അവരത് ഭയങ്കര ഫിനിഷിംഗ് ആയിട്ടും വളരെ ആ റാക്ക് ഫുള്ളായിട്ടായിരിക്കും വെക്കുക. പക്ഷെ നല്ല പ്രൊഡക്റ്റ് ഏറ്റവും താഴെയും ചിലപ്പോൾ ഏറ്റവും ബാക്കിലായിരിക്കും ഉണ്ടാവുക. നമ്മളത് ശ്രദ്ധിക്കില്ല. നമുക്ക് നേരിട്ട് കാണുന്നത് എന്താണോ, അത്രയും കളർഫുള്ളായിട്ട് കാണുന്നത് എന്താണോ അതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൻ്റെ പാക്കറ്റും അതുപോലെ ഭയങ്കര ഡാർക്ക് കളേഴ്സാണ് ഇവർ കൊടുക്കുന്നത്. അതെല്ലാം ഈ മാർക്കറ്റിങ്ങിൻ്റെ രീതിയാണ്, പെട്ടെന്ന് നമ്മുടെ കണ്ണിലേക്ക് അത് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു രീതിയാണത്. ഈയിടെയായിട്ട് കണ്ടുവരുന്ന പ്രവണതയാണ്, അതായത് വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ വെക്കുന്നു. അതേപോലെ ഈ എക്സ്പയറി ഡേറ്റിൻ്റെ കാര്യം വരുമ്പോഴത്തേന്, അതായത് എനിക്ക് തോന്നുന്നു ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ വരുന്നത് തന്നെ എക്സ്പയറി ഡേറ്റ് കഴിയാറായ പ്രോഡക്റ്റുകൾക്കാണ്. അപ്പം ഇതിലെന്തെങ്കിലും എന്താ പറയുന്നത്, കള്ളത്തരം കാണിക്കാനുള്ളൊരു സാധ്യതയുണ്ടോ ഈ ഒരു എക്സ്പയറി ഡേറ്റിൽ വരുന്ന പ്രോഡക്റ്റുകൾക്ക്? എക്സ്പയറി ഡേറ്റ് ഈ ബൈ വൺ ഗെറ്റ് വൺ മാർക്കറ്റ് ചെയ്യുന്നത് 2 തരത്തിലാണ്. ഒന്ന്, ഒരു പുതിയ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്ത് ആ പ്രൊഡക്റ്റ് എല്ലാവരിലും എത്തിക്കാനും അത് ടേസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ബൈ വൺ ഗെറ്റ് വൺ കൊടുക്കും. പിന്നെ ഈ പറയുന്ന പോലെ, സ്നേഹം സൂചിപ്പിച്ച പോലെ തന്നെ, ഈ എക്സ്പയറി ഡേറ്റ് ലാസ്റ്റ് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവർ കൊടുക്കും. ഇതിപ്പോൾ കമ്പനി തന്നെ ചിലപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കാം. സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾ ഇത്ര പീസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര പീസ്, ഇപ്പോൾ 1000 പീസ് എടുത്തോളൂ, നിങ്ങൾക്ക് 1000 പീസ് തരാമെന്ന് പറയുകയാണെങ്കിൽ അവിടെ 1 ബൈ ഗെറ്റ് വൺ കൊടുക്കാൻ അവർക്ക് സുഖമായിട്ട് കൊടുക്കാം. അപ്പോൾ അത്രയും പ്രൊഡക്റ്റ് പോവുകയും ചെയ്യും, അത്രയും ക്വാണ്ടിറ്റി അവരിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുമല്ലോ. അതാണ് ആ 2 കാര്യമാണ് ഈ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീയിൽ ഉള്ളത്. ഓക്കെ, അപ്പം അവിടെ ഒരു അതായത് ഇത്രയും കെമിക്കൽ
ചേർന്നിട്ടുള്ളൊരു പ്രോഡക്റ്റിന്റെ സെയിൽ കൂട്ടാനും കൂടിയാണെന്നുള്ളൊരു സ്ട്രാറ്റജിയും കൂടെ ഉണ്ടോ അവിടെ? അതിൽ ഈ പറയുന്ന പോലെ പെർമിസിബിൾ ലിമിറ്റ് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈക്ക് വരുന്നത് 2 പാക്കറ്റ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് കൂടുതൽ കഴിക്കില്ലേ. അപ്പോൾ അതാരും ആലോചിക്കാറില്ല. അങ്ങനെ തന്നെ പോകും. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്താ പറയുന്നത്, നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നിട്ട് ചില പ്രോഡക്റ്റ് എടുക്കുമ്പം നമ്മൾ സാധാരണക്കാർ വിചാരിക്കും ഇതിലെന്ത് മായം ചേർക്കാനാണ്, ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ കുറേ കാര്യങ്ങൾ കാണും. ഇപ്പം ഫുഡിൻ്റെ സാധനങ്ങളല്ലായിരിക്കാം, ചിലപ്പോൾ ടോയ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള എന്തെങ്കിലും ചില സ്റ്റേഷനറി സാധനങ്ങളായിരിക്കാം. ഇതിലൊക്കെ എന്താ മായം ചേർക്കേണ്ടത്, അതൊന്നും പറ്റത്തില്ല എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അവിടെയും മായം ചേരുന്ന കുറേ ഫീൽഡുകളാണ്. അങ്ങനെ ചേട്ടന് ഇൻഫർമേഷൻ കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതായത് ഈ പ്ലാസ്റ്റിക്കിൽ ഈ ടോയ്സ്, ഈ പറയുന്ന പോലെ ടോയ്സിൽ ഇപ്പോഴാണ് BIS ഒരു നിയമം കൊണ്ടുവന്നത്, BPA ഫ്രീ എന്ന് പറയുന്ന ഒരു പ്ലാസ്റ്റിക് അതിൽ പാടില്ല. കുട്ടികളുടെ പ്രൊഡക്റ്റിലൊന്നും അത് പാടില്ല. ഇപ്പോൾ അവർ പാല് കൊടുക്കുന്ന ആ ഒരു സിപ്പുള്ള ബോട്ടിലാണെങ്കിൽ എല്ലാം BPA ഫ്രീ വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ലോക്കൽ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് അത് ഈ BISൻ്റെ ഗ്രേഡ് ഇല്ലാത്ത ഇതൊക്കെ ആയിരിക്കാം. അതൊക്കെ പ്രശ്നം തന്നെയാണ്. അത് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക്കിൽ നിന്നായിരിക്കും ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നല്ല ഗ്യാരണ്ടി ആയിട്ടുള്ള BPA ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് പൊതുവെ എല്ലാം കേട് തന്നെയാണ്. പക്ഷേ ഇത് വാങ്ങിക്കുമ്പോൾ BPA ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. ചേട്ടാ, ഇപ്പം നമ്മൾ മുമ്പേ സംസാരിച്ചു, അതായത് ബേബി പ്രൊഡക്ട്സിൻ്റെ കാര്യം സംസാരിച്ചു, അതേപോലെ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കറി പൗഡേഴ്സിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ അതിലൊക്കെ എന്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ കെമിക്കൽ കോമ്പൗണ്ട്സ് ആണ് വരുന്നത് എന്നുള്ളത് സംസാരിച്ചില്ല. അതേപ്പറ്റി ചേട്ടന് കിട്ടിയ ഇൻഫർമേഷൻസ് ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാമോ? എങ്ങനെ കെമിക്കൽസ്? ഇപ്പം ചേട്ടൻ നേരത്തെ എന്നോട് സംസാരിച്ച് പറഞ്ഞിരുന്നു, ഇപ്പം ബേബി പ്രൊഡക്ട്സിനകത്ത് കൂടുതലും ഈ ആസ്പെറ്റോസ് പൗഡറാണ്, ബേബി പ്രൊഡക്റ്റിലല്ല, ബേബി പൗഡറിനകത്തുള്ളത്. അപ്പം അതേപോലുള്ള എന്തെങ്കിലും പർട്ടിക്കുലർ ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യാം. പ്രത്യേകിച്ച് ഇത് തന്നെയാണ് ഈ ഒരു കമ്പനിയുടെ ആസ്പെറ്റോസിൻ്റെ. അതിപ്പോൾ ഒരുപാട് ലീഗലായിട്ട് കോടതിയിൽ കയറി ഇറങ്ങിയ ഒരു കാര്യമാണ്. മാത്രമല്ല ഒരുപാട് റിപ്പോർട്ടുകൾ അതിനെതിരെ, ഒരുപാട് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം അതിനെതിരെ റിപ്പോർട്ട് കൊടുത്താണ്. അത് കുറേ ബാൻ ചെയ്യുകയും ചെയ്തു അവസാനം. എന്നിട്ട് അവർ അതിന് പകരം കോൺ പൗഡറാണ് മിക്സ് ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു എക്സ്പ്ലനേഷൻ അവർ കോടതിയിൽ കൊടുത്തത്. പിന്നെ അത് മിക്സ് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ഇറങ്ങുന്നതെന്നാണ് പറയുന്നത്. പക്ഷെ കൂടുതലായി ഇപ്പോൾ ആരും അത് ചൂസ് ചെയ്യുന്നില്ല, ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ്. ആ ഒരു പർട്ടിക്കുലർ ബ്രാൻഡിലുള്ള സംഭവം മാത്രമേ ഉള്ളൂ, അതോ ഈ നോർമലി ഈ ബേബി പ്രോഡക്റ്റ് അല്ലെങ്കിൽ പൗഡറിനകത്ത് സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ പ്രോഡക്റ്റ് തന്നെയാണോ? അല്ല, അത് ഓരോ കമ്പനിയുടെ ബേസ് ചെയ്തിട്ടാണ് അവർ കൊടുക്കുന്ന. ഇപ്പോൾ എല്ലാ ബേബി പൗഡേഴ്സും ഒരേ വിലയല്ല, വിലയിൽ വ്യത്യാസം വരും. ഈ വിലയിൽ വ്യത്യാസം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ അവർ മിക്സ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ വിലയ്ക്ക് അനുസരിച്ചിട്ടാണ് അവർ ആ വില. ഇപ്പോൾ വില കുറച്ച് കൊടുക്കണമെങ്കിൽ ഏറ്റവും വില കുറച്ചിട്ടുള്ളതും ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ളത് പൗഡറും ആയിരിക്കും അതിൽ മിക്സ് ചെയ്യുക. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഓരോ പ്രൊഡക്റ്റ് എടുത്ത് നമുക്ക് സെർച്ച് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ചില ഏതെങ്കിലും പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻസിന് അവർ കോഡ് ആയിരിക്കും മെൻഷൻ ചെയ്യുക. ഇപ്പോൾ CI എന്ന് പറഞ്ഞിട്ടൊരു കോഡ് മെൻഷൻ ചെയ്യും, 7891 എന്നൊക്കെ പറഞ്ഞിട്ടൊരു കോഡ് മെൻഷൻ ചെയ്യും. അതൊരു പെർട്ടിക്കുലർ കളേഴ്സിൻ്റെ കോഡായിരിക്കും, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കോഡായിരിക്കും. അപ്പം ഒരു സാധാരണക്കാരന് പെട്ടെന്ന് നോക്കി അത് മനസ്സിലാവില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. നമുക്ക് ഇന്ന് ഒരുപാട് സാധ്യതകളുണ്ട് നമ്മുടെ മുന്നിൽ. എന്ത് സാധനമാണെങ്കിലും നമുക്കത് റിസർച്ച് ചെയ്യാനും നമ്മുടെ മുന്നിൽ ഒരുപാട് സാധ്യതകളുണ്ട്. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ അത്. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഓയിൽ, കുക്കിംഗ് ഓയിൽ. അപ്പോൾ അതിനകത്തും തീർച്ചയായിട്ടും മായം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ക്രൂഡ് ഓയിൽ പോലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് എന്താണ്? ഈ ക്രൂഡ് ഓയിൽ തന്നെയാണോ വരുന്നത്? അല്ല, ക്രൂഡ് ഓയിൽ അല്ല. ക്രൂഡ് ഓയിൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ക്രൂഡ് ഓയിലിൻ്റെ ബൈ പ്രൊഡക്ട്സ് ഉണ്ട്, ഒരുപാട് ഉണ്ട്. ഇത് റിഫൈൻ ചെയ്തെടുക്കുന്ന മിനറൽ ഓയിൽ ഉണ്ട്. ഈ മിനറൽ ഓയിലൊക്കെ ചിലപ്പോൾ ഈ മറ്റേ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് മിനറൽ ഓയിൽ. പിന്നെ അതിനും റിഫൈൻ ചെയ്തെടുക്കുന്നതാണ് പാരഫിൻ എന്ന് പറയുന്ന ഒരു ഓയിൽസൊക്കെ. അതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ടാവും. നമുക്കതിന് ആധികാരികമായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലില്ല, രേഖാമൂലമുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമുക്ക് ആധികാരികമായിട്ട് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ഒബ്വിയസ്ലി എന്തായാലും അത് മിക്സ് ചെയ്യുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും പ്യുവർ സൺഫ്ലവറിൻ്റെ വിത്തെടുത്തിട്ട് ഒരിക്കലും നമുക്കതിൻ്റെ കുരു എടുത്തിട്ട് നമുക്ക് അട്ടിയിട്ട് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ സൺഫ്ലവർ ഓയിലിൻ്റെ വില 170 രൂപ 180 രൂപയ്ക്കാണ്. ആ വിലയ്ക്ക് ഒരിക്കലും ഒരു സൺഫ്ലവർ ഓയിൽ പ്യുവറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒബ്വിയസ്ലി അത് എന്തെങ്കിലും മിക്സിങ് നടക്കാതെ ഒരു തരത്തിലും ഇത് ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല.
ഇതൊക്കെ ആക്ച്വലി എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ കെമിക്കൽസ് ഒക്കെ ആഡ് ചെയ്യുന്നത് ഇതിലേക്ക്? അതിപ്പോൾ അവരുടെ ലാബിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് മാത്രമല്ല FSSAI ഇപ്പോഴും ശരിക്കും അപ്ഡേറ്റഡ് അല്ല. കാരണം ഓരോ നിമിഷവും ഓരോ കെമിക്കൽസ് വന്നുകൊണ്ടേയിരിക്കും. ഈ ഓരോ മണിക്കൂറിനും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കും, പുതിയത് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം ഈ ഫുഡിലേക്ക് വരുന്ന സമയത്ത് ഇതെല്ലാം പഠിച്ച് എന്നിട്ടായിരിക്കും ഇതിന് ഹാംഫുൾ ആണോ അല്ലയോ എന്നുള്ളൊരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഒരു വർഷത്തെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും അടുത്ത വർഷത്തേക്കുള്ള ലിസ്റ്റിനുള്ള ഇത് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് ആ സബ്ജക്റ്റ് എടുക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരിക്കലും അപ്ഡേറ്റഡ് അല്ല. FSSAI പോലും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത്രയധികം കെമിക്കൽസ് ആണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പോൾ ഇത് ഒന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊന്ന് തീർച്ചയായും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒന്ന് പിടിച്ചിട്ട് അടുത്തതിലേക്ക് വരുമ്പോഴത്തേനും അവർ അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിരിക്കും അല്ലേ, എന്നിട്ട് അടുത്തതിലേക്ക് പോകും. തീർച്ചയായും അതാണല്ലോ കോർപ്പറേറ്റ്സ് എന്ന് പറയുന്നത്. അതാണല്ലോ, അവരൊരിക്കലും ഒരു ഭാഗത്ത് നിൽക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ടൂത്ത് പേസ്റ്റ്, ഒരു പ്രമുഖരായ ഒരു ടൂത്ത് പേസ്റ്റ് എവറി 3 months അവരുടെ പുതിയ പരസ്യം വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളത് പെട്ടെന്ന് ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേര് പെട്ടെന്ന് പറയാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും അതിൻ്റെ ആഡും അതിൻ്റെ പുതിയ ആഡുകൾ നമ്മളെ അത് റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു ടൂത്ത് പേസ്റ്റ്, ആ ടൂത്ത് പേസ്റ്റിന് പരസ്യം വേണ്ട, അത് ബിസിനസ് ചെയ്യാം. സൂപ്പർ മാർക്കറ്റിൽ വെറുതെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം, ഞാൻ ബ്രാൻഡ് പറയുന്നില്ല, ആ സാധനം വിറ്റുപോകും. പക്ഷേ ആ കമ്പനിക്കാർ എവറി 3 months പുതിയ ആഡ് ഇട്ടുകൊണ്ടിരിക്കും. ആ കമ്പനിക്ക് തന്നെ അതേ പേരിൽ ഒരുപാട് ബൈ പ്രോഡക്ട്സ് വേറെ ഉണ്ട്. ഇതിൽ ആയുർവേദിക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്, ഫ്രഷ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. ഇതെന്തിനാണ് നമ്മൾ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എവിടെ പോവുകയാണെങ്കിലും നമ്മളെ വാങ്ങിക്കാനും നമുക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും വലിയ കമ്പനികൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോഴത്തേനും മുമ്പേ പറഞ്ഞു ഓഫർ ചെയ്തു. എത്ര രൂപയാണ് ഓഫർ ചെയ്യാറുള്ളത്? അതറിയാൻ നമുക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം അതിൻ്റെ ഒരു തീവ്രതയായിരിക്കും ഓഫ് കോഴ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരും. അല്ല, അങ്ങനെ അത്ര വലിയ ഓഫറൊന്നും വരില്ല, കാരണം ഇപ്പോൾ വരാനായിട്ടില്ല. മേ ബി വരുമായിരിക്കാം. ഇത് ചിലപ്പോൾ ഒരു വീഡിയോ ചിലപ്പോൾ ഒരു 10 million ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി അവർ വരുമായിരിക്കാം. ഇത് നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നീ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് വരുമായിരിക്കാം. പക്ഷേ ഈ നിമിഷം വരെ അതിനോട് വീഴാനോ അതിനോട് സഹകരിക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് എത്ര ലക്ഷമാണെങ്കിലും. ഓക്കെ, ഇപ്പോൾ വധഭീഷണി വന്നെന്ന് പറഞ്ഞു, അത് എത്രത്തോളം എക്സ്ട്രീമിലാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് എക്സ്റ്റെന്റ് വരെയാണ് പോകുന്നത്? അല്ല, ഇപ്പോൾ ഒരാളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ആദ്യം പറയുക നിങ്ങൾ ആ വീഡിയോ എടുത്ത് കളയണം, മര്യാദയ്ക്കായിരിക്കും പറയാം. പിന്നെ പറയുന്നത് അവർ ലീഗലായിട്ട് പോകും. കാരണം ലീഗലായിട്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയം തോന്നും. കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നിൽക്കണ്ടേ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അവരൊരു സ്ട്രാറ്റജി അങ്ങനെയാണ്. ആദ്യം കോംപ്രമൈസ് സംസാരിക്കും, പിന്നെ ലീഗലായിട്ട് മൂവ് ചെയ്യും. ഇത് രണ്ടും നടക്കുന്നില്ലെങ്കിൽ മാത്രമേ വധഭീഷണിക്ക് വരുള്ളൂ. അപ്പോൾ അത് ഇതുവരെ എത്തിയിട്ടില്ല, അത്ര എക്സ്ട്രീമായിട്ട് എത്തിയിട്ടില്ല. മേ ബി അത് എത്തും, അതിൻ്റെ സ്വരങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് അത്രയ്ക്ക് എത്തിയിട്ടില്ല ഇതുവരെ. വായു പോലെ തന്നെ ഏറ്റവും ആവശ്യമുള്ളൊരു സാധനമാണ് വെള്ളം. അപ്പം നേരത്തെ നമുക്ക് ഭയങ്കര സുലഭമായിട്ട് കിട്ടുമായിരുന്നു, പക്ഷേ ഇപ്പം എല്ലാം പാക്കറ്റ് ഡ്രിങ്കിങ് വാട്ടറാണ്. പക്ഷെ അവിടെ വരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ആ പാക്കറ്റ് ബോട്ടിൽ എഴുതിയിട്ടുണ്ട് ഇത് സൺലൈറ്റിൽ എക്സ്പോസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇത്ര അറ്റ് എ ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അതിനുശേഷം ഇത് കളയണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ അതൊന്നും ആരും ഫോളോ ചെയ്യാറില്ല. നമ്മൾ ആ കുപ്പിയിൽ തന്നെ പിന്നെയും വെള്ളം കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ വീണ്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്താണ്? കാരണം ഇത് സൺലൈറ്റുമായിട്ട് എക്സ്പോസ് വരാൻ പാടില്ല, പുറത്ത് വെക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ എന്താണ്? കാരണം ഈ വെള്ളം എന്ന് വെച്ചാൽ ഒരു കെമിക്കലും ചേരാതെ വരുന്നൊരു സംഭവമാണെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. പക്ഷെ അത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കണമെങ്കിൽ അത് എന്തായിരിക്കും കാരണം? ശരിക്കും അത് ഈ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നത്, ഈ പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടറിൽ ഇതിന് സ്റ്റോർ ചെയ്യാനുള്ളൊരു സ്പേസ് മാത്രം മതി. അതിന് ക്വാളിറ്റി പ്ലാസ്റ്റിക് വേണമെന്നില്ല. അപ്പോൾ ഇത് ഏറ്റവും ലോ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടായിരിക്കും ഈ സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഡയറക്റ്റ് സൺലൈറ്റ് ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കെമിക്കൽ ആ വെള്ളത്തിലേക്ക് മിക്സ് ആവും. കാരണം ഇത് വെയിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നോർമൽ ഒരു കുപ്പി കുറച്ച് ദിവസം വെയിലത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ചുളുങ്ങിപ്പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അത് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വെയിൽ കൊള്ളുന്ന സമയത്ത്, അൾട്രാവയലറ്റ് തട്ടുന്ന സമയത്ത് ഇതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, ഈ പ്ലാസ്റ്റിക്കിൻ്റെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവും, അത് ഈ വെള്ളത്തിൽ മിക്സ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരിക്കലും ഈ സൺലൈറ്റിൽ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല, അത് ഫ്രീസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാൻ വേണ്ടി പറയുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല ഈ വെള്ളത്തിൽ ഇപ്പോൾ ഈ വെള്ളത്തിനെ സംബന്ധിച്ചിടത്തോളം 50-50 പ്രോഫിറ്റാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റിലും നോക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് കമ്പനികൾ വെള്ളം
പാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നതുണ്ട്, അല്ലാതെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. മിനറൽ വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ മിനറൽ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്, അത് മിനറൽ വാട്ടറാണ്. അല്ലാതെ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറയുന്നത് നോർമൽ ഫിൽറ്റർ ചെയ്ത വാട്ടർ തന്നെയാണ്. അത് നമ്മൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് അടുത്ത് അതിൽ കോളിഫോമിൻ്റെ ബാക്ടീരിയ ഉണ്ടതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ വെള്ളം എല്ലാ ഭാഗത്തും, ഇപ്പോൾ ഈവൻ റെയിൽവേയിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും എല്ലാ ഭാഗത്തും പോകുന്ന വെള്ളമാണ്. പക്ഷെ അതൊരു പെർട്ടിക്കുലർ ബാച്ച് നമ്പർ എടുത്തപ്പോൾ അതിൽ കോളിഫോമിൻ്റെ ബാക്ടീരിയ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയും വരാം, ഈ രീതിയിലും നമുക്ക് വരാം. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ നമുക്ക് ഇത്ര ഇൻഫർമേഷൻ കിട്ടാനും അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു സംഭവം നമ്മുടെയിലേക്ക് കിട്ടുമ്പോഴത്തേന് അതിൻ്റെ ഇപ്പം ചേട്ടൻ കണ്ടുപിടിക്കുന്ന ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾക്ക് എടുക്കാൻ നല്ല നൂലാമാലകൾ കാണും, അതേപോലെ നല്ല കഷ്ടപ്പാടാണ്. കാരണം ഇത് ലാബിലേക്ക് അയക്കണം, അതും ഇവിടെ എനിക്ക് തോന്നുന്നു അതിനുള്ള ഫെസിലിറ്റീസ് കുറവായിരിക്കാം. അപ്പം അത് ഒരു സാധാരണക്കാരന് ഭയങ്കര ടാസ്ക്കാണ്, ഇപ്പോഴത്തെ സംബന്ധിച്ചിടത്തോളം ടാസ്ക്കാണ്. കാരണം ഒന്നാമത്തേത് നമ്മൾ ചിന്തിക്കുന്നത് ഇനി ആരാ ഇതിൻ്റെ പുറകെ പോകുന്നത്, ഇതിൻ്റെ പുറകെ നിൽക്കണ്ടേ എന്നുള്ളതൊക്കെയാണ് ചിന്തിക്കുക. പക്ഷേ നമുക്കിപ്പോൾ നമ്മുടെ ഫുഡ് സേഫ്റ്റിയും കേരള ഫുഡ് സേഫ്റ്റിയും അതിനനുസരിച്ചിട്ടുള്ള ലബോറട്ടറി ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാ പ്രൊഡക്റ്റും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമുക്ക് ഏതെങ്കിലും ഒരു ചെറിയ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ പാക്കറ്റ് ഫുഡുകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പ്യുവറായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പൂനെയിലേക്കോ ഒരു ലാബിലേക്കൊക്കെ അയക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് നമ്മൾ ബെയർ ചെയ്യണം. അതുകൊണ്ട് ഒരു സാധാരണക്കാരനും ഇതിൻ്റെ പുറകെ നിൽക്കില്ല. ചിലപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു 7,000-7,500 രൂപ ചിലവ് വരും. അപ്പോൾ സാധാരണക്കാരന് ഒരിക്കലും 7,500 രൂപ കൊടുത്തിട്ട് ഒരു ഫുഡ് ടെസ്റ്റ് ചെയ്യാൻ അവൻ എന്ത് ലാഭമാണ് അതുകൊണ്ട് കിട്ടുന്നത്? അപ്പോൾ അതാരും ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ ആരും പോകാത്തത്. ഈ നല്ല കാര്യങ്ങൾക്ക് പുറകെ പോയത് കൊണ്ട് ഇപ്പം എത്ര കേസുകളിൽ പെട്ടിട്ടുണ്ട്? നിലവിൽ രേഖാമൂലം കേസുകളൊന്നും വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ട്. എന്നോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള കമ്പനികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത് ലീഗലി നമുക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ മെയിൽ ID അവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ലീഗൽ നോട്ടീസ് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ നിമിഷം വരെ ഞാൻ മെയിൽ ചെക്ക് ചെയ്തിട്ടില്ല, ഇതുവരെ ലീഗൽ നോട്ടീസ് ഒന്നും വന്നിട്ടില്ല. മേ ബി വരാൻ സാധ്യതയുണ്ട്. സത്യാന്വേഷണം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇനി ഏതൊക്കെ മേഖലകളിലേക്കാണ് കടക്കാൻ പോകുന്നത്? കാരണം ചേട്ടന് ഓരോ ദിവസവും ഓരോരോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ പുതിയ ഫീൽഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഫ്യൂച്ചറിലേക്കുള്ളത് എന്തൊക്കെയാണ് ഇപ്പോഴേ പ്ലാൻ ചെയ്യുന്നത്? ഇല്ല, എനിക്ക് ശരിക്കും ഇത് ഡെയിലി വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷേ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഞാൻ ഒരു സബ്ജക്റ്റ് എടുത്ത് 2 ദിവസം അതിൻ്റെ പുറകെ ഇരുന്ന് അതിലെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതിൻ്റെ റിപ്പോർട്ടുകൾ ശേഖരിക്കുക, അങ്ങനെ എല്ലാം 2 ദിവസം ഇരുന്നതിന് ശേഷമാണ് ഞാനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. എൻ്റെ വീഡിയോ കണ്ടറിയാം, അതിൽ ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവും. ഈ ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം വലിയൊരു പ്രോസസ്സാണിത്. അപ്പോൾ എനിക്കൊരു 3-4 ദിവസം വേണ്ടി വരും. അതുകൊണ്ട് ഞാനിപ്പോൾ ആഴ്ചയിൽ 2 വീഡിയോസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു 4-5 ക്യാരക്ടർ ഉണ്ടാവും. അപ്പോൾ അത് എഴുതുമ്പോൾ ഈ 4-5 ക്യാരക്ടറിനും ഓരോ ക്യാരക്ടർ വൈസ് ഡയലോഗ്സ് എഴുതണം. അപ്പോൾ ഞാൻ തന്നെ എഴുതുന്നതുകൊണ്ട് ഓപ്പോസിറ്റ് ഡയലോഗ് എന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ വീഡിയോസും എല്ലാം എടുക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റ് വരുന്ന സമയത്ത് അതിനനുസരിച്ച് മുഴുവനായിട്ട് പഠിച്ച് അതുകൊണ്ടാണ് ഇത്രയും ദിവസം. ശരിക്കും നല്ല കഷ്ടപ്പാടുണ്ട്. ശരിക്കും ഈ നെഗറ്റീവ് കമൻസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വിഷമം തോന്നാറുണ്ട്. ആദ്യമൊക്കെ തോന്നിയിരുന്നു, ഇപ്പോൾ അത് കണക്കാക്കുന്നില്ല. കാരണം അതിനേക്കാളും കൂടുതൽ പോസിറ്റീവ് കമൻസ് വരുന്നതുകൊണ്ട് അത് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി അത് മുന്നോട്ട് തന്നെയാണ്. ഇനി കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ. ഓക്കെ, ഇതൊക്കെ ഉണ്ടെങ്കിലും ചേട്ടൻ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്? ചേട്ടൻ്റെ പ്രൊഫഷൻ അറിയാനൊക്കെ ആഗ്രഹം കാണും. ചേട്ടൻ ബേസിക്കലി ഞാൻ ശരിക്കും റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻ്റ് ആണ്. റിയൽ എസ്റ്റേറ്റ് പരമായിട്ടുള്ള എല്ലാം ചെയ്യാറുണ്ട്. പിന്നെ ഓൺലൈൻ ട്രേഡിംഗ് ഉണ്ട്, അത് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ സാധാരണ ആൾക്കാരുടെ ഇത്രയധികം ഇൻഫർമേഷൻസ് എടുക്കുന്ന ഒരു ആളെന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് നോർമൽ ആളുകളോട്? എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. കാരണം നമ്മളൊരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടോ ഒരു പരസ്യം കണ്ടോ നമ്മളൊരു പ്രൊഡക്റ്റും ചൂസ് ചെയ്യരുത്. നമ്മുടെ ചുറ്റും നല്ല പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്, നമ്മളത് കാണാതെ പോവുകയാണ് ചെയ്യുന്നത്. അതിന് ഏക വഴി നമ്മൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും ഇൻഗ്രീഡിയൻസ് നോക്കുക എന്നുള്ളതാണ്. എൻ്റെ ആദ്യം മുതലുള്ള കൺസേണും അത് മാത്രമാണ്. നിങ്ങൾ ഇൻഗ്രീഡിയൻസ് നോക്കുക, അത് നോക്കി മനസ്സിലാക്കുക. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും, കാരണം ഇതെല്ലാം നോക്കി ഇത് എന്താണ് കാര്യങ്ങളൊന്നും അറിയില്ല. പതിയെ നമ്മളത് നമ്മുടെ ഒരു ശീലമാക്കി എടുത്തു കഴിഞ്ഞാൽ രാവിലെ എണീച്ച് പല്ല് കഴിക്കുന്ന പോലെ തന്നെ ആവും നമ്മൾ ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യുമ്പോൾ. അതൊരു നമ്മുടെ ശീലമാവും. നമുക്കപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും എന്താണ്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ബിസ്ക്കറ്റ് എടുക്കുമ്പോൾ ആദ്യം നമുക്ക് ബിസ്ക്കറ്റുകൾ പല ബ്രാൻഡുകളിലും പല രീതികളിലാണ്. അതിൽ ഇൻഗ്രീഡിയൻസ് ഈ അടുത്ത കാലത്താണ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ ബിസ്ക്കറ്റുകളുടെ മാർക്കറ്റിംഗ് രീതി മാറിയത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, 0% ഷുഗർ എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വരുന്നുണ്ട്.
0% മൈദ എന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് വരുന്നുണ്ട്. പണ്ട് ഇതൊന്നും ഇല്ല. കാരണം ആൾക്കാർ ഇത് ബോധർ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ടാണ് അവർ മാർക്കറ്റിംഗ് രീതി മാറ്റിയത്. അപ്പോൾ മൈദ ഇല്ലാത്ത ബിസ്ക്കറ്റുകൾ വരാൻ തുടങ്ങി, ഷുഗർ ഇല്ലാത്ത ബിസ്ക്കറ്റുകൾ വരാൻ തുടങ്ങി. ഇനി മില്ലറ്റ് ബേസ്, ഇനിയുള്ള കാലത്ത് മില്ലറ്റ് ബേസ് ബിസ്ക്കറ്റുകൾ വരും. ഇനി എല്ലാ കമ്പനിയും നമ്മൾ ചൂസ് ചെയ്യുന്നതോടെ അവരുടെ സെയിലിൻ്റെ മാർജിൻ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാ ഇതും മൈദ ഒഴിവാക്കി മില്ലറ്റ് ബേസിലേക്ക് മാറും. ആ ഒരു കാലഘട്ടത്തിലേക്ക് വരും. അതിന് നമ്മൾ ഒരാൾ വിചാരിച്ചതുകൊണ്ട് നടക്കില്ല. ഇത് നാളെ തന്നെ മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയല്ല. പക്ഷേ ഇത് ഫ്യൂച്ചർ ആക്കണം. വരുന്ന തലമുറ ഇത് മനസ്സിലാക്കണം. വരുന്ന തലമുറ ഇത് മനസ്സിലാക്കണം. അവരുടെ റെഗുലർ റൊട്ടീനായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് നോക്കുന്നത് മാറണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ പരിശ്രമിക്കുന്നു. അതെ. ഇപ്പം സംസാരിച്ച് വെച്ച് ഞാൻ മനസ്സിലാക്കുന്ന ചേട്ടൻ ഇത്ര ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കൂടി ചേട്ടൻ മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ് അല്ലേ? കാരണം ബിസ്ക്കറ്റിൻ്റെ ആ ഒരു മേഖലയിൽ അടുത്ത സംഭവം എന്താണ് വരുന്നത് എന്നുള്ളത് ചേട്ടൻ ഇപ്പോഴേ പറഞ്ഞു തരുന്നത്. ഇനി മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റുകൾ വരുമെന്ന്. അപ്പോൾ അതേപോലെ തന്നെ ബാക്കിയുള്ളതിനും ചേട്ടൻ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കാണും മെയിൻലി അല്ലേ? അപ്പം എന്തായാലും ഈ ഒരു സത്യാന്വേഷണം ഇനിയും തുടരണം. അപ്പം അതിന് എന്താ പറയുന്നത്, എല്ലാവരും ഒരു സമയത്ത് ഇപ്പം നെഗറ്റീവ് പറയുന്ന കുറേ ആളുകൾ നാളെ അത് പോസിറ്റീവായിട്ട് മാറും. കാരണം അവർക്കും ആ ഒരു അവയർനെസ് സ്വന്തമായിട്ട് കിട്ടിക്കഴിയുമ്പോൾ. അപ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ചേട്ടൻ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.